നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു നിർണായക ശക്തിയേ അല്ല. പാകിസ്ഥാനെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് ഒരിക്കലും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട സാഹചര്യമില്ല. പാകിസ്ഥാൻ അണുവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കാറുണ്ടെങ്കിലും ഇന്ത്യ വകവയ്ക്കാറില്ല. പാകിസ്ഥാന്റെ അണുവായുധം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇന്ത്യക്ക് അറിയാം. ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ ആദ്യം അണുവായുധ ശേഖരം തകർക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ടെന്ന് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു കൊടുത്തു. പാക് ആണവ കേന്ദ്രത്തിന്റെ വാതിൽക്കൽ പോയി ബോംബിട്ട് തൊട്ടപ്പുറത്തേക്ക് ബോംബിടാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇന്ത്യൻ സേന പാകിസ്ഥാന് കൊടുത്തത്. അത്രയും പ്രാധാന്യം മാത്രമേ പാകിസ്ഥാന് ഇന്ത്യൻ സേന കൊടുക്കാറുള്ളൂ. ചൈനയുടെ പിന്തുണ ഉണ്ടായിട്ടുകൂടി ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ മണ്ണിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുൻപിൽ പാകിസ്ഥാന്റെ സൈനിക ശക്തി തോറ്റമ്പി. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് മുൻപിൽ തെളിഞ്ഞ സാഹചര്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യോമസേന മേധാവി പുറത്തുവിട്ടിരിക്കുന്നു. ഇന്നലെ വ്യോമസേന മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇന്ത്യയുടെ സൈനിക കരുത്തിന് മുൻപിൽ പാകിസ്ഥാൻ മാത്രമല്ല ഞെട്ടിയത്, ഇന്ത്യയുടെ സൈനിക ശേഷിയെ മനസ്സിലാക്കാൻ കാത്തിരിക്കുന്ന പല രാഷ്ട്രങ്ങൾക്കും ഞെട്ടലുണ്ടായി എന്നാണ്. 300 കിലോമീറ്റർ കടന്ന് ഇന്ത്യൻ സേന ആക്രമിച്ചിട്ടും പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തിരിച്ച് ഇങ്ങോട്ട് അളവറ്റ തോതിൽ മിസൈലുകൾ അയച്ചെങ്കിലും വളരെ ചെറിയ പരിക്കുകൾ മാത്രമാണ് ഇന്ത്യക്ക് ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ഒരു യുദ്ധമാകുമ്പോൾ ചിലതൊക്കെ സംഭവിച്ചെന്ന് വരാം. അത്തരത്തിൽ ചില നാശനഷ്ടങ്ങൾ, ചില വീടുകളുടെ തകർച്ച, അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായെങ്കിലും അത് കശ്മീരിനപ്പുറത്തേക്ക് എത്തിയുമില്ല. എന്നാൽ പാകിസ്ഥാന്റെ സ്ഥിതി അതല്ല. ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകര പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു. ജയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനും ലഷ്കർ ഇ തോയ്ബയും അടക്കമുള്ള പ്രധാനപ്പെട്ട ഭീകര പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ ആസ്ഥാനം തകർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ട ഗതികേടിലേക്ക് മാറി. ചില ഭീകര സംഘടനകൾ പാക് അധിനിവേശ കശ്മീരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് പാകിസ്ഥാന്റെ വടക്കൻ അതിർത്തിയിലേക്ക് താവളം മാറ്റി. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ഇന്നലെ പറഞ്ഞത്, പാകിസ്ഥാന്റെ F-16, JF-17 ഉൾപ്പെടെ 10 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തെന്നാണ്. അതിർത്തിക്കപ്പുറത്ത് 300 കിലോമീറ്ററോളം ഇന്ത്യയുടെ പ്രഹരശേഷി പ്രകമ്പനം കൊണ്ടെന്നും AP സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ സർഫേസ് ടു എയർ മിസൈലുകളുടെ കരുത്ത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചെന്നും അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചെന്നുമാണ് എയർ ചീഫ് മാർഷൽ പറഞ്ഞത്.